എടോ ഞാൻ ഫുള്ള് വായിച്ചു. ഇതിൽ നല്ലൊരു സിനിമയുണ്ട്. താങ്ക്സ്. വെറൊരു ലവ് സ്റ്റോറി മാത്രമല്ലെന്ന് എനിക്ക് തോന്നി. ആ പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയണം, ഇതൊരു ന്യൂ ഫേസിനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതങ്ങനെ തന്നെ ദീപു ചെയ്യണം. എടോ ഞാനെന്തെങ്കിലും പറഞ്ഞ് തടിയൂരാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. എടോ ഓരോ സിനിമയ്ക്കും അത് ഡിമാൻഡ് ചെയ്യുന്ന കാസ്റ്റിംഗ് ഉണ്ട്. ഇതൊരു ഫ്രഷ് കാസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിലേ മൊത്തം പടം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, നല്ല കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എനിക്ക് പറ്റുന്ന നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ താൻ ധൈര്യമായിട്ട് പോരെ, ഞാൻ കേൾക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഡേറ്റും തരാം. എന്തുപറ്റി? അല്ല, ഞാൻ പെട്ടെന്നല്ല ശരിയാൻ പോകണമെന്ന് വെച്ചു. ഇനിയും ടൈം എടുക്കുമല്ലേ? അല്ല, ഓക്കെ. എടോ നമ്മളിപ്പോൾ ഒരാൾക്ക് നല്ലത് സംഭവിക്കുമ്പോൾ അയാളുടെ ബെസ്റ്റ് ടൈമാണെന്ന് പറയില്ലേ? എന്നാൽ അങ്ങനെ ഒന്നുമില്ല, എല്ലാം ബെസ്റ്റ് ടൈമാണ്. ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഈ ഒരു പ്രായത്തിൽ ജോലി തന്നെയാണ് പ്രധാനം. പക്ഷെ അതുപോലെ തന്നെയാണ് പ്രായവും. ഈ പ്രായവും സമയമൊന്നും ഇനി തിരിച്ചിട്ടില്ല. താൻ എന്തായാലും സിനിമ ചെയ്യും, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ അതിനിടയിൽ ലൈഫ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് മിസ് ചെയ്യരുത്. എന്താ ചിരിക്കണേ? അല്ല, ഇതിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ലതത്വം പറഞ്ഞേനെന്ന് ആലോചിച്ച് ചിരിച്ചാണ്. ശരിയാണ്, ഞാൻ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നുണ്ട്, കാശും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു റോബോട്ടിനെ പോലെ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കണോ. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും നമുക്ക് പഴയതുപോലെ ഇരിക്കാൻ പറ്റില്ല. അടുത്ത വർക്കായില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള പേടി എനിക്കുണ്ട്. ഈ ഓട്ടോന് ലൈഫ് ഫുള്ള് ഓടേണ്ടി വരും. പക്ഷേ ഈ ഓട്ടം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ലൈഫ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യത്തിലാണ് തന്നോടൊക്കെ എനിക്ക് ഭയങ്കര അസൂയ. ഇടത്തരം തിരക്കുള്ള എന്നെ താൻ വരാൻ വേണ്ടി അരമണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിച്ച ടീംസാണ് തൻ്റെ ഫ്രണ്ട്സ്. എടോ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് തൻ്റെ ലൈഫ് നല്ലതാണോ അല്ലെന്ന് മനസ്സിലാക്കാനായിട്ട്? അല്ല, അപ്പോൾ അവി എടോ ഒരു രക്ഷയില്ലാത്ത ടീംസാണ് തൻ്റെ ഫ്രണ്ട്സ്. തനിക്ക് വേണ്ടി എന്തും ചെയ്യും, നല്ല സപ്പോർട്ടായിരിക്കും. എനിക്ക് വരെ അത് ഉറപ്പായി. എടോ സിനിമയൊക്കെ വരും, അപ്പോൾ താൻ ചെയ്യും, ടെൻഷനൊന്നും വേണ്ട. പക്ഷെ ആഗ്രഹം അതെപ്പോഴും വേണം, അതാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് പിടിച്ചോളൂ, നന്നായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഇറങ്ങിക്കോട്ടെ. താങ്ക്സ്. ശരി.